ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ചെങ്കടലിലെ വെള്ളം വിഭാഗിച്ചത് എന്താണ്? അദൃശ്യനായ ദൈവമാണ്. പക്ഷേ അതൊരു ദൃശ്യ യാഥാർത്ഥ്യമാണ്. ദൃശ്യ യാഥാർത്ഥ്യത്തിന് പിന്നിൽ അദൃശ്യനായ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആ ദൈവം ഈ പറഞ്ഞ വ്യക്തികളുടെ ജീവിതത്തിൽ മാത്രമല്ല, ഹാനോക്ക് മുതൽ ഇനി താഴെ റഹാബ് വരെയുള്ള പേരെടുത്ത് പറയപ്പെട്ട ആളുകളുടെ ചരിത്രത്തിൽ മാത്രമല്ല, അതേപോലെ തന്നെ ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. ചരിത്രത്തിലുടനീളം ദൈവം പ്രവർത്തിക്കുന്നു. എങ്ങനെയുള്ള ദൈവം? ചരിത്രത്തിനപ്പുറത്തുള്ള ദൈവം. ചരിത്രത്തിനപ്പുറത്തെ അദൃശ്യനായ ആത്മാവായ ദൈവം അവൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ചരിത്രമാണ്. അദൃശ്യനായ ദൈവം ദൃശ്യലോകത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആ ദൃശ്യലോകത്തിൽ പ്രവർത്തിക്കാൻ നമ്മിലേക്ക് അദൃശ്യനായി ദൈവം ഇറങ്ങി വരികയാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തികൾ അസാമാന്യ വ്യക്തികളായിത്തീരുന്നത്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ നീതി നടത്തി, അവർ വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. വലിയ വലിയ കാര്യങ്ങളാണ്. ഇതെല്ലാം നടന്നത് അദൃശ്യ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. അദൃശ്യ ദൈവം അവർക്കൊരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. എന്നാൽ ഈ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത ഒരു ലോകത്തിലേക്ക് കയറുമ്പോൾ അവിടെ എന്താ കാണുന്നത്? അവിടെ കാണുന്നത് മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ഉടയാടകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടതയും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അപ്പോൾ രണ്ടു കൂട്ടരും വിശ്വാസത്താലാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായ കാര്യം. വിശ്വാസത്താൽ അവരെന്ത് ചെയ്തു? ആദ്യം പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ അവർ നീതി നടത്തി, വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ത്തലയ്ക്ക് തെറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാളും കൊണ്ട് വെട്ടാൻ വന്നപ്പോൾ ആ വാൾ അവരുടെ ദേഹത്തെ ഏശുക പോലും ചെയ്യാതെ വിശ്വാസത്താൽ അവർ വാളിൻ്റെ വായ്ത്തലയ്ക്ക് തെറ്റി ജീവനുള്ളവരായി തന്നെ നിന്നു. അത് ഒരു വശമാണ്. സിംഹങ്ങളുടെ വായ അടച്ചു, അതൊരു വശമാണ്. അവര് രാജ്യങ്ങൾ കീഴടക്കി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരിച്ചു കിട്ടി. ഇതെല്ലാം കേൾക്കാൻ ഭയങ്കര സുഖമാണ്. മറ്റു ചിലർ വിശ്വാസത്താൽ തന്നെ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. കുറച്ചു പേര് വിശ്വാസത്താൽ വാളിൻ്റെ വായ്ത്തലയ്ക്ക് തെറ്റി, കുറച്ചു പേർ ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ഇത് രണ്ടും എങ്ങനെ വിശ്വാസത്താലാകുന്നത്? ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയതയുടെ അർത്ഥതലങ്ങൾ തിരിച്ചറിയുന്നത്. ഇതിനകത്ത് ആരാണ് കൂടുതൽ മഹത്വമുള്ളവർ? വാളിൻ്റെ വായ്ത്തലയ്ക്ക് ഒഴിഞ്ഞവരാണോ, വാളാൽ കൊല്ലപ്പെട്ടവരാണോ? ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടവരാണോ, യുദ്ധത്തിൽ വിജയം പ്രാപിച്ചവരാണോ? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. വേറെ ചിലർ എന്ത് ചെയ്തു? മെച്ചപ്പെട്ട ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ച് ഉദ്ധാരണം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഭേദ്യമേറ്റു. ഇത് രണ്ടും എങ്ങനെയാണ് സംഭവിക്കുന്നത്? വിശ്വാസത്താൽ. ഇതൊരു വലിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ചിലരെ വിടുവിക്കപ്പെടുന്നു, ചിലർ വിടുവിക്കപ്പെടുന്നില്ല. ചിലർ സിംഹത്തിന്റെ വായ് അവിടെ എഴുതിയിരിക്കുന്നത്, ചിലരെന്ത് ചെയ്തു? സിംഹത്തിന്റെ വായ് അടച്ചു വിശ്വാസത്താൽ. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ എത്രയോ ആളുകൾ, വിശ്വാസികൾ, സിംഹത്തിന് എറിയപ്പെട്ടവരായി സിംഹം അവരെ കടിച്ചു കീറി കൊന്നു. ഇത് രണ്ടും വിശ്വാസത്താലാണോ? യെസ്, ഇത് രണ്ടും വിശ്വാസത്താലാണ്. ഇതിനകത്ത് രണ്ടിനും വിശ്വാസത്തിന്റെ മാഹാത്മ്യം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസം എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നത്. എന്തുകൊണ്ട് വാളിൻ്റെ വായ്ത്തലയ്ക്ക് ഒഴിയാൻ മനസ്സില്ലാതെ ആളുകൾ ഭേദമേറ്റു? അവർ മെച്ചപ്പെട്ട ഒരു ഉയിർപ്പ് പ്രതീക്ഷിച്ച എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഒരു നല്ല മരണം തരണമെന്ന്. നല്ല മരണം കിട്ടുന്നത് ആണ് നമ്മുടെ പലരുടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കാറാകുമ്പോഴേ ഉള്ളൂ, അല്ലാതെ ഇപ്പോഴേ ഒന്നും പ്രാർത്ഥിക്കത്തില്ല. ചാകാൻ കിടക്കുമ്പോൾ വല്ലൊരു പ്രാർത്ഥിക്കുന്ന മിക്കപ്പോഴും, കർത്താവേ നല്ലൊരു മരണം കൊടുക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഷ്ടപ്പെടാൻ വയ്യാത്തത് കൊണ്ട്
നല്ലൊരു മരണം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഷ്ടപ്പെടണ്ടായോ? അവർ മുഖേന നമ്മൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നല്ലൊരു മരണം കൊടുക്കണമെന്ന്. നല്ലൊരു മരണം എന്ന് തന്നെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നല്ലൊരു മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത എന്നാണെന്നറിയാം, ആരെയും കഷ്ടപ്പെടുത്താതെ അങ്ങ് പോകണം ബ്രദറെ. എൻ്റെ ആഗ്രഹം അതല്ല, രണ്ടുപേരെ കഷ്ടപ്പെടുത്തിയിട്ട് പോകണമെന്ന്. നമുക്ക് വേണ്ടി രണ്ടുപേര് കഷ്ടപ്പെടുമ്പോഴാണ് അവർക്ക് നമ്മളോടുള്ള സ്നേഹം അവർക്ക് പ്രദർശിപ്പിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. അല്ലാതെ എന്താണ്? അല്ലേ? വലിയ കാര്യം ഏതാ? എനിക്ക് വേണ്ടി ഒരാൾ കഷ്ടപ്പെടുന്നതാണോ? എനിക്ക് വേണ്ടി ആളുകൾ നമുക്ക് ചില ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നമുക്കൊരു ഭയങ്കര സന്തോഷമില്ലേ? ഇല്ലേ? ചില ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നമുക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ കഷ്ടപ്പെടാനുള്ള അവസരം അവർ തന്നില്ലെങ്കിലോ? അല്ലേ? നമുക്ക് ഈ സ്വാർത്ഥതയുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. നോക്ക്, നല്ല മരണം കൊടുക്കണേ. നല്ല മരണമല്ല പ്രിയമുള്ളവരെ പ്രധാനം, നല്ല ഉയിർപ്പാണ് പ്രധാനം. അത് നമ്മൾ തിരിച്ചറിയണം. നല്ല മരണം കിട്ടിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. നല്ല ഒരു ഉയിർപ്പാണ് കിട്ടേണ്ടത്. ആ നല്ല ഉയിർപ്പ് വിശ്വാസത്താൽ കണ്ടവരാണ് ചത്താലും പ്രശ്നമില്ലെന്ന് പറഞ്ഞത്. മറ്റവരും വിശ്വാസത്താലാണ്. ചെറു വാളിൻ്റെ വായ്ത്തലയ്ക്ക് തെറ്റി ഒഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം എനിക്ക് വിടുതൽ തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ജീവിതകാലത്ത് എന്നും അങ്ങനെ അത്ഭുതകരമായ വിടുതൽ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഈ പല സമയത്തും മറ്റ് കൺട്രീസിനും മറ്റും പോകുന്ന സമയത്ത് തിരിച്ചു വരാമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഒത്തിരി സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. നമുക്കറിയത്തില്ലല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഒത്തിരി റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഐ നെവർ തിങ്ക് ഓഫ് കമ്മിങ് ബാക്ക് വിത്ത് മൈ ജീവനോടുകൂടെ മടങ്ങി വരുന്നതിനെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷ ഒന്നും വെച്ചോണ്ടൊന്നും അല്ല പലപ്പോഴും പോകുന്നത്. പക്ഷെ അതെനിക്കൊരു വിഷയവുമല്ല. ബിക്കോസ് എനിക്കറിയാം, നികൃഷ്ടമായി കൊല്ലപ്പെട്ടാൽ പോലും അതിനേക്കാൾ വലുതാണ് എന്ത്? മെച്ചപ്പെട്ട ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഉയിർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയ്ത്ത് വർദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളുടെ സമയത്തല്ല. ഫെയ്ത്ത് വർദ്ധിക്കുന്നത് നമ്മൾ വരാൻ പോകുന്ന നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന ധനത്തെ ഓർത്ത് ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുമ്പോഴാണ്. കഷ്ടങ്ങളിൽ നിന്ന് ഒഴിയുന്നതല്ല പലപ്പോഴും വലിയ മഹത്വപൂർണമായ ഫെയ്ത്ത്. രോഗത്തിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ രോഗത്തിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകിയില്ലെങ്കിൽ അവിശ്വാസത്തിൽ പോകുന്ന പാർട്ടികളാണ് പലർക്കും കർത്താവ് ഉപകാരം ചെയ്യുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? മറ്റൊന്നുമല്ല, ഇത് ചെയ്തില്ലെങ്കിൽ ഇവൻ ചിലപ്പം വിശ്വാസത്തിൽ നിന്ന് പോയാലോ എന്നുള്ള പേടി കൊണ്ടാണ്. ഇംഗ്ലീഷിൽ സാധാരണ പറയാറുണ്ട്, ഇഫ് ഗോഡ് ഹിയേഴ്സ് യുവർ പ്രയർ ദെൻ യു വിൽ ഹാവ് കോൺഫിഡൻസ് ഇൻ ഗാഡ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേട്ടില്ലെങ്കിലോ മിക്കവാറും നമ്മൾ അവിശ്വാസത്തിൽ മരിക്കും, ഇല്ലേ? പക്ഷേ ഇംഗ്ലീഷിൽ ആ ചൊല്ല് പറഞ്ഞതാണ്, ഇഫ് ഗോഡ് ആൻസർ യുവർ പ്രേയേഴ്സ് യു വിൽ ഹാവ് faith in God. If God doesn't answer your prayers, that shows that God is having confidence in you. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടാൽ നിങ്ങൾക്ക് ദൈവത്തിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെന്നാണ്. കാര്യം ഇവൻ്റെ പ്രാർത്ഥന ഇപ്പോൾ കേട്ടില്ലെങ്കിലും ഇവൻ വിശ്വാസത്തിൽ നിന്ന് ഇട്ടേച്ച് പോകത്തില്ലെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം ചിലപ്പോൾ പ്രാർത്ഥന കേൾക്കാത്തത്. അങ്ങനെ വേണ്ടത്ര വിശ്വാസം ഇല്ലാത്തവരുടെ പ്രാർത്ഥനയൊക്കെ നേരത്തെ കേൾക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം എപ്പോഴും കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കൂടുതൽ കൊണ്ടാണെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, വിശ്വാസം കുറവായതുകൊണ്ടാണ്. കാര്യം ഇല്ലെങ്കിൽ ദൈവത്തെ ഇട്ടേച്ച് പോയാലോ എന്നുള്ള ദൈവത്തിൻ്റെ ചിന്തയാണ്. ഇയ്യോബിൻ്റെ കാര്യത്തിൽ ഇയ്യോബിനെ പരീക്ഷിക്കാൻ വന്ന സാത്താനോട് കർത്താവ് പറയുന്നത് എന്താണ്? നീ എന്ത് വേണം ചെയ്തു, എനിക്കറിയാം നീ എന്ത് ചെയ്താലും ഇയ്യോബ് എന്നെ വിട്ടുമാറത്തില്ല. ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ ഹിം. പത്രോസിനെ പരീക്ഷിക്കാനായിട്ട് സാത്താൻ അനുവാദം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു മിനിറ്റ്, അവൻ അത്രയും ആയിട്ടില്ല, ഇപ്പം വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും ആട്ടെ. എന്തുകൊണ്ടാണ് ഇയ്യോബിനെ എങ്ങനെയും പരീക്ഷിക്കാൻ ദൈവം അനുവാദം കൊടുത്തിട്ട് പത്രോസിനെ പരീക്ഷിക്കാൻ ദൈവം അനുവാദം കൊടുക്കാഞ്ഞത്? പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ കൂടുതൽ കൊണ്ടാണോ? അല്ല, പത്രോസിൻ്റെ വിശ്വാസം പൊയ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ്. പ്രിയമുള്ളവരെ, കഷ്ടതയും പ്രയാസവും ഒക്കെ ആളുകളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പറയും, എന്താ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നിനക്കിത് വന്നതെന്ന്. പാസ്റ്റർമാരും വന്ന് പറയും, വിശ്വാസത്തിൻ്റെ അപ്പോസ്തലന്മാർ പറയും, നീ ഞാൻ വിശ്വസിച്ചു എനിക്ക് കിട്ടി. ബ്രദർ, നീ വിശ്വസിക്കുക നിനക്ക് കിട്ടും. അങ്ങനൊന്നും ഇല്ല. നിനക്ക് ആവശ്യമുള്ളത് കർത്താവ് തരും, അത്രേ ഉള്ളൂ. അത് നിന്റെ വിശ്വാസമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവും ഇല്ല. വിശ്വസിക്കുന്നു പറഞ്ഞ് 10 പ്രാവശ്യം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉടനെ കിട്ടുന്നൊന്നും അല്ല ഈ സാധനമൊന്നും. ദൈവത്തിൻ്റെ എബിലിറ്റി, ഞാൻ രാവിലെ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ എബിലിറ്റിയിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ സോവറിനിറ്റിയിലുള്ള വിശ്വാസവും രണ്ടാണ്. ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നതും ദൈവത്തിന് കഴിയും, ദൈവത്തിന് എന്തും ചെയ്യാം എന്ന് വിശ്വസിക്കുന്നതും രണ്ടാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. ദൈവത്തിന് കഴിയും എന്നത് ഒരു വിശ്വാസം, ദാറ്റ് ഇസ് ഗുഡ്, അതറിയാമല്ലോ ദൈവത്തിന്, അതെനിക്കറിയാം. ഐ നോ ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. പക്ഷേ ദൈവത്തിന് കഴിയുന്ന കാര്യം ചെയ്യണോ വേണ്ടായോ എന്നുള്ളത്
തീരുമാനിക്കാനുള്ള അവകാശം ദൈവത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള, ദൈവത്തിൻ്റെ സോവറിറ്റിയിലുള്ള വിശ്വാസം. ദൈവത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിച്ചവരാണ് പറഞ്ഞത്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഞങ്ങളുടെ രോഗം സൗഖ്യമായില്ലെങ്കിലും സാരമില്ല, ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാലും സാരമില്ല, ഞങ്ങൾ ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടാലും സാരമില്ല, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ വിശ്വാസം അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടാൽ അവിടെ ചെല്ലുമ്പോൾ അറക്കപ്പെട്ട, രണ്ടാക്കപ്പെട്ട, തുണ്ടം തുണ്ടമാക്കപ്പെട്ട ഒരു ശരീരത്തോടെ ഒന്നും അല്ല ഞങ്ങളവിടെ വരാൻ പോകുന്നത്. ഞങ്ങൾക്കറിയാം, മെച്ചപ്പെട്ട ഒരു ഉയിർപ്പ് പ്രതീക്ഷിച്ച്, ഹല്ലേലൂയ, മെച്ചപ്പെട്ട ഒരു ഉയിർപ്പ് പ്രതീക്ഷിച്ച്. ഭൂമിയിൽ പല കഷണങ്ങളായിട്ട് അറുത്ത് മാറ്റിയാണ് നിങ്ങളെ കൊല്ലുന്നതെങ്കിലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പല കഷണങ്ങളായിട്ടല്ല നിങ്ങൾ ചെല്ലുന്നത്. ഒരു മെച്ചപ്പെട്ട ഉയിർപ്പ്. ഒരു പക്ഷേ സ്വാഭാവിക മരണം ഭവിച്ച ഏത് വ്യക്തിയുടെയും 1000 മടങ്ങ് ശോഭയോടെ ആയിരിക്കും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ട് അവർ പറഞ്ഞു, ഭേദിക്കപ്പെടുവാനാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്, മുറിക്കപ്പെടുവാനാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്, ഈർച്ചവാളിനാൽ അറുക്കപ്പെടുവാനാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്. അത് ഞങ്ങൾക്ക് പ്രശോഭ വരുത്തുന്ന അതിനുള്ള ഉപാധിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു.